സോ അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് നമ്മൾ അതിൻ്റെ കളർ വളരെ ഫെയ്ഡായിട്ടാണ് ഇരുന്നത്. ഇപ്പം നല്ലപോലെ തന്നെ അത് ഗ്ലോ ആവുന്നുണ്ട്. സോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന കത്തിയുണ്ട്. അപ്പം കുറച്ചുള്ള കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഫെയ്ഡാവും, മുറിച്ചൊക്കെ പോകും, തുരുമ്പൊക്കെ അടിക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. എങ്ങനെ എളുപ്പത്തിൽ ഈ തുരുമ്പൊക്കെ കളയാൻ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കത്തി. നിങ്ങൾക്ക് തന്നെ കാണാം ഇത് കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ കളറൊക്കെ നല്ലപോലെ ഫെയ്ഡായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അറ്റം കുറച്ച് മൂർച്ച കൂട്ടി ഞാൻ നോക്കിയിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ അറ്റം ഒന്ന് ഗ്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഡ്രില്ലറാണ്. അപ്പം ഒരു ഡ്രില്ലറ്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചൊരു സാൻഡ് പേപ്പറാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തുരുമ്പുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള സാൻഡ് പേപ്പർ എടുക്കാം. കുറച്ച് തുരുമ്പ് അല്ലെങ്കിൽ കുറച്ച് കളറേ നിങ്ങൾക്ക് വരണമെങ്കിൽ ചെറിയൊരു സാൻഡ് പേപ്പർ ആയാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് റബ്ബർ ബാൻഡ്സ് ആണ്. ആദ്യമായിട്ട് നമ്മൾ ഒരു ചെറിയ പീസ് സാൻഡ് പേപ്പർ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യുക. നമുക്കിത് ഡ്രില്ലറിൻ്റെ അറ്റത്ത് വെക്കേണ്ടതായിട്ടാണ് ഈ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സോ നമുക്ക് ആദ്യമേ അങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ അറ്റത്തേക്ക് നമുക്കിതുപോലെ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് റബ്ബർ ബാൻഡ് ഇട്ട് നിന്ന് മുറുക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഏറ്റവും എഡ്ജിലായിരിക്കണം നമ്മൾ ഇടേണ്ടത്, അല്ല അറ്റത്തായിരിക്കും നമ്മൾ ഇടേണ്ടത്. കാരണം അല്ലെങ്കിൽ ഇത് കറങ്ങുന്ന സമയത്ത് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ദേഹത്തെ കൊണ്ടുകഴിഞ്ഞാൽ അത് വേദന എടുക്കും. സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യുവാൻ. നമ്മളിപ്പോൾ ഇത് മൂർച്ച കൂട്ടുവാനാണെങ്കിൽ നമുക്കിതിൻ്റെ ഏറ്റവും അറ്റത്തെ പോർഷനിൽ മാത്രം ചെറിയൊരു പീസ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അതേസമയം നമുക്കിത് ഫുള്ള് തുരുമ്പ് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു കഷ്ണം സാൻഡ് പേപ്പർ എടുത്തതിന് ശേഷം അത് ആ വീതി കൂടിയ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ വീതിയുള്ള ഭാഗത്തെ തുരുമ്പ് കൂടെ നമുക്ക് കത്തിയുടെ കളയാവുന്നതാണ്. സോ നമ്മളിപ്പോൾ ആദ്യമേ മൂർച്ച കൂട്ടാനാണ് എഡ്ജിലേക്ക് നോക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഫുള്ള് തുരുമ്പ് കളയാൻ വലിയൊരു പീസ് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സാൻഡ് പേപ്പർ ഇതിലോട്ട് കണക്ട് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ ഈ റബ്ബർ ബാൻഡ് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. സോ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഫിക്സ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിനി നമ്മുടെ വർക്കിങ്ങിലേക്ക് ഇറക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ മൂർച്ച ഒന്ന് കൂട്ടാം. അതിനായിട്ട് നമ്മുടെ കത്തിയുടെ അറ്റഭാഗം ഇതിലേക്കൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ റബ്ബർ ബാൻഡ് നമ്മൾ ഇട്ടത് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ സൂക്ഷിച്ചൊന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഈ റബ്ബർ ബാൻഡ് പൊട്ടി നമ്മുടെ ദേഹത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത് ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ. അപ്പോൾ നമ്മൾ ആ ചെറിയ ഭാഗം വെച്ച് അതിൻ്റെ മൂർച്ച കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ തുരുമ്പ് അതുപോലെ തന്നെ കളർ ഫെയ്ഡ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് മാറ്റണം. അതിനായിട്ട് നമ്മളൊരു വലിയ പീസ് റെക്റ്റാങ്കുലർ ഷേപ്പിൽ സാൻഡ് പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് അതിലേക്ക് വെച്ച് കൊടുത്താൽ ആ ഭാഗങ്ങളിലെ നമ്മുടെ തുരുമ്പ് നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്. സോ നമുക്കിനി അതിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പം പരമാവധി സൂക്ഷിക്കുക, കാരണം നല്ല ഷാർപ്പായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തെറിച്ച് വന്നാൽ നമ്മുടെ ദേഹം മുറിയാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പം പിള്ളേരായത് തന്നെ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക, ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പോട് കൂടി മാത്രം ഇത് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്ത സാൻഡ് പേപ്പറിൻ്റെ ഏകദേശം കട്ടി മുഴുവൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറെ ഒരു സാൻഡ് പേപ്പർ എടുത്ത് അതുപോലെ തന്നെ ഒന്നുകൂടെ ചെയ്യണം, അല്ലെങ്കിൽ സാൻഡ് പേപ്പറിൻ്റെ റഫ്നെസ് പോയി കഴിഞ്ഞ് ചെയ്താൽ നമ്മുടെ കത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വെളുക്കില്ല. സോ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് സാൻഡ് പേപ്പർ റഫ്നെസ് പോയി കഴിയുമ്പോൾ മറ്റൊരു കഷ്ണം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന്. ആദ്യമേ നമ്മളത് എടുത്തപ്പോൾ അതിൽ ഫുള്ള് തുരുമ്പ് അതുപോലെ തന്നെ കളറൊക്കെ ഫെയ്ഡായിട്ടിരിക്കുകയാണ്. ഇപ്പം അത് നല്ലപോലെ തന്നെ ഗ്ലോ ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന്. സോ ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീടുകളിലെ കത്തിയൊക്കെ തുരുമ്പ് കളഞ്ഞെടുക്കാവുന്ന, വെറുതെ പൈസ കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വളരെയധികം ചിലവ് കുറഞ്ഞൊരു മെത്തേഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തനിയെ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക, ആരുടെയെങ്കിലും ഹെൽപ്പോടുകൂടി മാത്രം ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഡ്രില്ലർ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീഡിയോയിൽ ഉപയോഗിക്കുന്ന കത്തിയിലേക്ക് തുരുമ്പൊക്കെ കളയാവുന്നതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.